Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KECB വർക്കറിൻ്റെ MCQ സീരീസിലെ പാർട്ട് 7 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഏരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയറിലെ MCQs ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്കറിയാം, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻസ് ആണ് അല്ലേ. നമുക്കറിയാം പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, കുറച്ച് ടോർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയകളാണ്. പിന്നെ കുറേ നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും ഇവിടുത്തെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്? വോൾട്ട് മീറ്റർ, ടാൻജന്റ് ഗാൽവനോമീറ്റർ, മൾട്ടിമീറ്റർ, എനർജി മീറ്റർ. അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രൈമറി ഇൻസ്ട്രുമെൻസും സെക്കൻഡറി ഇൻസ്ട്രുമെൻസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈമറി ഇൻസ്ട്രുമെൻസിൻ്റെ വേറൊരു പേരാണ് എന്ത്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. പ്രൈമറി ഇൻസ്ട്രുമെൻസിൻ്റെ വേറൊരു പേരെന്താണ്, മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ കൂടുതലും ലബോറട്ടറീസിലാണ് ഈ ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് പ്രത്യേകത വരുന്നത്? എറർ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻസ് ആണ് ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ നോക്കിയാൽ വോൾട്ട് മീറ്റർ, ടാൻജന്റ് ഗാൽവനോമീറ്റർ, മൾട്ടിമീറ്റർ, എനർജി മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ് എന്ത്, ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. വേറെ ഏതൊക്കെയാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് അറിയോ നിങ്ങൾക്ക്? റേ ലൈൻ, എന്താണ്, കറന്റ് ബാലൻസും എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്? ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ബാക്കി നോക്കിയേ, വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, എനർജി മീറ്റർ, ഇതൊക്കെ എന്തിന്റെ അണ്ടറിലാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ വോൾട്ട് മീറ്റർ. ഇതൊക്കെ എല്ലാം എന്തിൻ്റെയാണ്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളോട് എക്സാമ്പിൾസിൽ എന്താണ്, ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ, ആൻസർ അറിയണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ തന്നിട്ടുള്ളതിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഏതാണ്? ടാൻജന്റ് ഗാൽവനോമീറ്റർ. വേറൊരാളെ കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക, റേ ലൈൻ കറന്റ് ബാലൻസ് എന്ന് പറയുന്ന ആളും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്? അതല്ലേ ചോദിച്ചിട്ടുള്ളത്. മൂവിംഗ് അയോൺ ഇൻസ്ട്രുമെന്റ്, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, അതായത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡറി ഇൻസ്ട്രുമെന്റിനെ എഗെയിൻ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് നമുക്ക് ആവശ്യമാണ്. നമ്മൾ പോയിന്ററൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ മെഷർ ചെയ്യാൻ, അതായത് പോയിന്റർ മൂവ് ചെയ്യണം അല്ലേ. ഒരു ഇൻസ്ട്രുമെന്റിൽ എന്ത് ചെയ്യണം, പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അവിടെ എന്ത് വേണം, ചെറിയൊരു ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് വേണം, ടോർക്ക് നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഈ ടോർക്കിൽ എഗെയിൻ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കൺട്രോളിങ് ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോയിന്റർ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആര് വേണം, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ എന്ത് വേണം, ടോർക്ക് വേണം. അതാണ് എന്ത്, നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ടോർക്ക് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്താൽ മാത്രം മതിയോ, പോരാ, അതിനൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിങ് ടോർക്ക് യൂസ് ചെയ്യും. അതുപോലെ ഡാമ്പിംഗ് ടോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്
ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് നോക്കുക, പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാൻ അതിന് ഇൻ ഡെപ്തിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഡാമ്പിംഗ് ടോർക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് നോക്കിയേ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഇൻ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഏത് ഇൻസ്ട്രുമെന്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിലാണ്. ഏത് ഇൻസ്ട്രുമെന്റ്സിലാണത്? മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിലാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വരുന്നത്. അപ്പോൾ നോക്കിയേ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ ഏതായിരിക്കും? മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ ഏത് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യാം? അങ്ങനെ ചോദിച്ചൂടെ? ഇതിനകത്ത് മൂവിങ് അയോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് മൂവിങ് കോയിൽ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ നമ്മൾ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ് കേട്ടോ. നോട്ട് ചെയ്യുക, മൂവിങ് കോയിൽ ആണെങ്കിൽ എന്താണ്? എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എഡ്ഡി കറന്റും അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്ന ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്? എഡ്ഡി കറന്റ് വരാം, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്, അല്ലെങ്കിൽ എന്താണ്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്ന് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് ആണ്. മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആവുമ്പോൾ അവിടെ എന്താണ്? എഡ്ഡി കറന്റ് ആണ് പ്രിഫർ ചെയ്യുക കൂടുതലായിട്ടും. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് മീറ്റർ ഈസ് എ ഓർ ആൻ ഡാഷ് ഇൻസ്ട്രുമെന്റ്? ക്ലാസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം അല്ലേ? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ്. ഈ 3 ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത്? വാട്ട് മീറ്റർ ഏതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? വാട്ട് മീറ്റർ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതല്ലേ ചെയ്യുന്നുള്ളൂ. വാട്ട് മീറ്ററിന്റെ വർക്കിംഗ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വാട്ട് മീറ്റർ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഒന്ന് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആയിട്ട് ഏതാ വരുന്നത്? ഇന്റഗ്രേറ്റിംഗ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ അല്ലെങ്കിൽ അവർ മീറ്റർ, എനർജി മീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? എനർജി മീറ്റർ ഒക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡ് ചെയ്യുക. എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്? ECG നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ECG ഹാർട്ടിന്റെ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ECG എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ECG പോലുള്ളതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിന് നമുക്ക് എനർജി മീറ്ററിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. ഏതാണ്? എനർജി മീറ്റർ. പിന്നെ ഇൻഡിക്കേറ്റിംഗിൽ വേറെയും എക്സാമ്പിൾ വരും. നമ്മുടെ അമീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ എന്തിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്? ഈ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. ഇതിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അറിയണ്ടേ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ? അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് utilized in moving iron type instrument to produce deflecting torque? എന്താ തന്നിട്ടുള്ളത്? അതായത് എഫക്ട്സ്, കറന്റ് എഫക്റ്റുകളൊക്കെ നമ്മൾ പഠിക്കും അല്ലേ? അപ്പോൾ നോക്കിയേ, ഏത് ഇലക്ട്രിക് കറന്റിന്റെ എഫക്റ്റ് ആണ് മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഹീറ്റിംഗ് എഫക്റ്റ് ആണോ, മാഗ്നറ്റിക് എഫക്റ്റ് ആണോ, കെമിക്കൽ എഫക്റ്റ് ആണോ, അയോണൈസേഷൻ എഫക്റ്റ്? ഏത് എഫക്റ്റ് ആയിരിക്കും? ഏത് എഫക്റ്റ് ആണ്? ഏതാണ് വരുന്നത്? മൂവിങ് അയൺ ടൈപ്പ്. ക്വസ്റ്റ്യനിൽ നന്നായി വായിക്കുക. ഏതാണ്? മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരിക്കും അത്? നമ്മളുടെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഏതാണ്? മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇനി നോക്കിയേ, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതിലാ വരുന്നത്?
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതിലാണ് നിങ്ങൾ പഠിച്ചു കാണും അല്ലേ? അപ്പോൾ ഏതിലാണ് ഈ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഒക്കെ വരുന്നത്? നമ്മുടെ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ്, തെർമോ കപ്പിൾ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ തെർമോ കപ്പിളൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? അത് ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പൊ എക്സാമ്പിൾ ചിലപ്പോൾ നമ്മളോട് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അറിഞ്ഞിരിക്കുക അത് ഏതിലാണ്, ഹീറ്റിംഗ് എഫക്റ്റ് മൂലമാണ്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ എക്സാമ്പിൾസുകളുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യുക. ഹോട്ട് അതായത് ഹീറ്റിംഗ് എഫക്റ്റിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ, അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റിന്റെ അണ്ടറിൽ വരുന്നത്, പിന്നെന്താ കെമിക്കൽ എഫക്റ്റിൽ വരുന്നത്, അതായത് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് മീറ്റർ അങ്ങനെയുള്ളതൊക്കെ, ചിലപ്പോൾ DC ആംബിയർ അവർ മീറ്റർ ഒക്കെ വരാം. പിന്നെന്താണ് അയണൈസേഷൻ എഫക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നന്നായി നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അത് പഠിക്കണം, കാരണം എന്ത് എഫക്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. Next question number 5. The material used for making springs in spring control instrument must have. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു നമുക്കറിയാം, നമ്മളിപ്പോൾ കൺട്രോളിങ് ടോർക്ക് അല്ലേ, കൺട്രോളിങ് ടോർക്കിൽ വരുന്നതാണ് സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, 3 ടോർക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിങ് ടോർക്ക് അല്ലേ. അങ്ങനെയുള്ള ടോർക്കുകളിൽ നമ്മളുടെ കൺട്രോളിങ് ടോർക്കിൽ വരുന്ന അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്താ ഈ സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പ്രിംഗ് കൺട്രോൾ പിന്നെ വരണം ഗ്രാവിറ്റി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളതാണ്. അപ്പോൾ ഈ സ്പ്രിംഗ് കൺട്രോളിൽ നമ്മളൊരു സ്പ്രിംഗ് ഉപയോഗിക്കും. ആ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകതകൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്പ്രിങ്സ് ഇൻ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് മസ്റ്റ് ഹാവ്. അതിന് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്, നോൺ മാഗ്നറ്റിക്, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിന് വേറൊരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഈ സ്പ്രിംഗ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്, ഇത് എന്ത് മെറ്റീരിയലാണ്, സ്പ്രിംഗ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫറസ് ബ്രോൺസ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. എന്തായിരിക്കണം? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആവണം. പിന്നെ അതുകൂടാതെ എന്താണ്? അത് നോൺ മാഗ്നറ്റിക് ആവണം. അതുപോലെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതാ കറക്റ്റ്? ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദി എബോ ആണ്. ഇത്രയും പ്രോപ്പർട്ടീസ് അത് അറ്റൈൻ ചെയ്യണം. ഇതിൽ യൂസ് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ് ബ്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? അതുകൂടി നോട്ട് ചെയ്തോളൂ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ ആ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഇതിൽ സ്പ്രിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? Next question number 6. The torque required in an indicating instrument to bring the pointer quickly to rest in its deflected position to obtain quick and accurate reading എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടോർക്കാണ്? The torque required in an indicating instrument അല്ലെ. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ എന്താണ് ഒരു പോയിന്ററിനെ എന്ത് ചെയ്യാണ്? ക്വിക്ക് ടു റെസ്റ്റ് ഇൻ ദ ഡിഫ്ലക്റ്റിംഗ് പൊസിഷൻ. ഡിഫ്ലക്റ്റിംഗ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ക്വിക്ക് ആൻഡ് അക്യുറേറ്റ് റീഡിംഗ് കാണിക്കുന്നത് ഏത് ടോർക്കാണ്? ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സും വരുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട. ടോർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ടോർക്കല്ലേ പഠിച്ചിട്ട് പോയത്, എന്താ ഫോഴ്സ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആ ഒരു കൺഫ്യൂഷൻ അവിടെ പാടില്ല. അപ്പോൾ നോക്കിയേ ഏതാണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലെ പോയിന്റ് എന്താണ്? ക്വിക്ക്ലി ടു റെസ്റ്റ് ഇൻ ദ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ. ഡിഫ്ലക്റ്റഡ് പൊസിഷനെ ക്വിക്കായിട്ട് അല്ലെ. നമുക്കറിയാം നമ്മളുടെ വോൾട്ട് മീറ്റർ അമീറ്റർ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റ് എന്ത് ചെയ്തിടാം? ഡിഫ്ലക്ട് ചെയ്തിടാം. എന്നിട്ട് എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരിക, 0 പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്, റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്യുറേറ്റ് റീഡിംഗ് എന്നാണ് പറഞ്ഞിട്ട് ഒബ്റ്റെയിൻ ക്വിക്ക് ആൻഡ് അക്യുറേറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണോ, കൺട്രോളിംഗ് ടോർക്കാണോ, ഡാമ്പിംഗ് ടോർക്കാണോ? പിന്നെന്താ? നൺ ഓഫ് ദിസ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ടോർക്കായിരിക്കും അത്? അത് നമ്മളുടെ ഡാമ്പിംഗ് ടോർക്കാണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഡാമ്പിംഗ് ടോർക്കാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ടോർക്കിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് മെഷർ AC ക്വാണ്ടിറ്റീസ് ഓൺലി. അപ്പോൾ ചില ഇൻസ്ട്രുമെന്റ്സ് അതായത് ഡി സി ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്നതുണ്ടാവും, അല്ലെങ്കിൽ AC ക്വാണ്ടിറ്റീസ്, ബോത്ത് AC ആൻഡ് DC ക്വാണ്ടിറ്റീസ് ഒക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ഡാഷ് ടൈപ്പ് ഓഫ്
ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് മെഷർ എന്താണ് AC ക്വാണ്ടിറ്റീസ് ഓൺലി. AC മാത്രം മെഷർ ചെയ്യുന്നത് ഇതിലെ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂവിംഗ് കോയിൽ, മൂവിംഗ് അയോൺ, ഡൈനാമോമീറ്റർ, ഇൻഡക്ഷൻ ടൈപ്പ്. ഏതായിരിക്കും? ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? AC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഇതിലെ ഏതായിരിക്കും? അത് നമ്മളുടെ ഇൻഡക്ഷൻ ആയിരിക്കും. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്തിൽ മെഷർ ചെയ്യുന്നത്? AC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്നത്. ഇനി നോക്കിയേ, മൂവിംഗ് കോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, PMMC ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലെ. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ഏത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? ഇത് നമ്മളുടെ DC ക്വാണ്ടിറ്റീസ് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ഓക്കെ, DC ക്വാണ്ടിറ്റീസ് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. മൂവിംഗ് അയോൺ ആണെങ്കിലോ, മൂവിംഗ് അയോൺ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ മെഷർ ചെയ്യും? രണ്ടും, അതായത് ACയും മെഷർ ചെയ്യും, അതുപോലെ തന്നെ DC ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യും. ഈ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലോ, ഡൈനാമോമീറ്ററും അതുപോലെ AC മെഷർ ചെയ്യും, അതുപോലെ DCയും മെഷർ ചെയ്യും. AC ആൻഡ് DCനെ മെഷർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചിലപ്പോൾ DC ക്വാണ്ടിറ്റീസ് ഓൺലി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക അത് ഏതാണ്? PMMC എന്ന് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ AC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. DC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്നത് ഏതാണ്? PMMC, അല്ലെങ്കിൽ എന്താണ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? ACയും DCയും ഒക്കെ മെഷർ ചെയ്യുന്നതാണ് ഈ മൂവിംഗ് അയോണും ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 8. An instrument using gravity control will read correctly if used in. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളിംഗ് ടോക്ക് പഠിച്ചു. സ്പ്രിംഗ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്രാവിറ്റി കൺട്രോൾ ഉണ്ട്. രണ്ടെണ്ണമാണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് യൂസിങ് ഗ്രാവിറ്റി കൺട്രോൾ വിൽ റീഡ് കറക്റ്റ്ലി ഇഫ് യൂസ്ഡ് ഇൻ. അത് ഏത് പൊസിഷനിൽ വെച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? വെർട്ടിക്കൽ പൊസിഷൻ ഓൺലി. സെക്കൻഡ് വൺ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ ഓൺലി. തേർഡ് വൺ ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ഓൺലി. എനി പൊസിഷൻ. ഏത് രീതിയിൽ പ്ലേസ് ചെയ്താലാണ് നമുക്ക് ഗ്രാവിറ്റി കൺട്രോളിൽ ഇൻസ്ട്രുമെന്റ്സ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രീവിയസ് ഇയറിൽ. അപ്പോൾ എങ്ങനെയാണ് ഗ്രാവിറ്റി കൺട്രോളിൽ എങ്ങനെ വെക്കണം നമ്മൾ ഇൻസ്ട്രുമെന്റിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യണമെങ്കിൽ? ഇറ്റ് വിൽ ബി എന്താണ്? വെർട്ടിക്കലി പൊസിഷൻ ആയിട്ട് വെക്കണം. എങ്ങനെ വെക്കണം? അത് വെർട്ടിക്കൽ പൊസിഷനിൽ വേണം നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെ വെക്കണം? വെർട്ടിക്കൽ പൊസിഷൻ. മറന്നു പോകരുത് കേട്ടോ. ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റ് നോക്കിയേ, ഗ്രാവിറ്റി കൺട്രോൾ വിൽ റീഡ് കറക്റ്റ്ലി ഇഫ് യൂസ്ഡ് ഇൻ. ഏത് രീതിയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്? വെർട്ടിക്കലിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. Next question. Question number 9. The force producing movement of the pointer in an indicating instrument is called. ഏത് ഫോഴ്സ് ആണ്? ഞാൻ പറഞ്ഞു ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് വരാം? ടോർക്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കിയേ, ദ ഫോഴ്സ് പ്രൊഡ്യൂസിങ് അല്ലേ, ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ. ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെന്റ് ഓഫ് എ പോയിന്റർ ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ്. ഏതാണ്? കൺട്രോളിംഗ് ഫോഴ്സ്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്, ഡിസ്ട്രാക്റ്റിംഗ് ഫോഴ്സ്. ഏത് ഫോഴ്സ് ആണ് വരുന്നത്? ഏത് ഫോഴ്സ് ആണ് ഇവിടെ വരിക? ദ ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ ഇൻ ഇൻഡിക്കേറ്റിംഗ്. മൂവ്മെന്റ്, മൂവ് ചെയ്യാൻ, പോയിന്റർ മൂവ് ചെയ്യാൻ എന്താണ് സഹായിക്കുന്നത്? ഇപ്പം നമ്മളൊരു ഇൻസ്ട്രുമെന്റിൽ ഇങ്ങനെ കുറച്ച് റീഡിങ്സ് ഒക്കെ കാണും അല്ലേ. ഇതാണ് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ കുറച്ച് എന്താ റീഡിങ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇതെങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ പോയിന്റർ ഉണ്ടാകും അല്ലേ. ഇവിടെ ഒരു പോയിന്റർ ഉണ്ടെന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് സീറോ പോയിന്റർ നമ്മളുടെ എന്താ സീറോ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് പോയിന്റർ എന്ന് വിചാരിക്കുക. ഈ പോയിന്റർ സീറോ പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഈ പോയിന്റർ ഒന്ന് എനിക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് ഇവിടത്തോട്ട് വരണമെങ്കിൽ, ഈ പോയിന്റർ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വേണം? എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു പോയിന്റർ, ഇതാണ് എൻ്റെ പോയിന്റർ എന്ന് വിചാരിക്കുക. ഈ പോയിന്റർ എനിക്ക് എങ്ങോട്ടാണ്? ഈ ഒരു ഇതിലേക്ക് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് റീഡ് ചെയ്ത് കാണിക്കണം. അപ്പം എന്ത് വേണം?
അതാണ് ചോദിച്ചുള്ളത്. ദ ഫോഴ്സ് പ്രൊഡ്യൂസിങ് മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ എന്താണ്, ഏത് ഫോഴ്സ് ആണ്? കൺട്രോളിങ് ഫോഴ്സ് ആണോ, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണോ, ഡാമ്പിംഗ് ഫോഴ്സ് ആണോ, ഡിസ്ട്രാക്റ്റിംഗ് ഫോഴ്സ് ആണോ? പോയിന്റർ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഫോഴ്സ് വേണം നമുക്ക്? അതായത് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് വേണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏത് ഫോഴ്സ് ആണ് ആവശ്യമുള്ളത്? 0 എന്ന ആ പോയിന്റിൽ നിന്ന് പോയിന്റർ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് വരണമെങ്കിൽ അത് ഏത് ഫോഴ്സ് ആണ് അവിടെ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. ക്ലിയർ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് മൂവിങ് അയോൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് അല്ലേ? ഓപ്ഷൻ നോക്കിയേ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ കറന്റ്, ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ദ കറന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദി കറന്റ്, ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ കറന്റ്. ഏത് രീതിയിലായിരിക്കും ഇതിനകത്ത് വരിക? ഏത് രീതിയിലായിരിക്കും? എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് MI ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് MI ഇൻസ്ട്രുമെന്റ് എന്നാണ് നമുക്കിതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിന്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? TD അല്ലേ? TD ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, TD ഈക്വൽ ടു ഹാഫ് I സ്ക്വയർ ഇൻറ്റു DL/d θ. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? d θ. ഇതാണ് എന്താ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓഫ് എന്തിൻ്റെ? മൂവിങ് അയോൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ. അപ്പോൾ എങ്ങനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? TD ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I സ്ക്വയർ അല്ലേ? ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് TD ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്? I സ്ക്വയർ. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് ദി കറന്റ് ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ഒരു കേസ് കൂടി വരുന്നുണ്ട്. ഡയറക്ട്ലി, അതായത് TD ഈസ് ഇയാള് TD ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറന്റ് എന്ന് പറയുന്നത് അല്ലേ? അത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും? TD ഈസ്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. TD ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറന്റ് എന്ന് പറയുന്നത് നമ്മളുടെ PMMC ഇൻസ്ട്രുമെന്റ് ആണ്. PMMC അല്ലെങ്കിൽ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഇറ്റ്സ് ഡയറക്ട്ലി, അതായത് അവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറന്റ് ആണെങ്കിൽ അത് ഏതായിരിക്കും? PMMC ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഏതാണ്? PMMC ഇൻസ്ട്രുമെന്റ്. മറക്കരുത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ വന്നിട്ടുള്ളത്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് ദി കറന്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്. താഴെ തന്നിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട് അല്ലേ? ഡാമ്പിംഗ് ടോർക്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വരും, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഡാമ്പിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് 3 ഫോഴ്സ് അല്ലെങ്കിൽ 3 ടോർക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ്, ഡാമ്പിംഗ്. കൺട്രോളിങ്ങിൽ സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഡാമ്പിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡാമ്പിങ്ങിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, പിന്നെന്താ? എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. അപ്പം മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? നമ്മളുടെ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ് കേട്ടോ. ഏത് ഡാമ്പിംഗ് ആണ്? മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് ഡാമ്പിംഗ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്. അതേതാണ്? നമ്മളുടെ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. അപ്പോൾ എന്താണ്? അതൊരു റിലയബിൾ, നല്ല, അതായത് സ്ട്രോങ് ആണ്, അതുപോലെ റിലയബിൾ ആണ്. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക, പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ടു മേക്ക് കൺട്രോൾ സ്പ്രിംഗ് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്? നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ആ ഒരു സ്പ്രിങ്ങിന് വേണ്ടത് അല്ലേ? വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു അവിടെ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്പ്രിംഗ് യൂസ് ചെയ്യുന്ന എന്താണ് മെറ്റീരിയൽ ഏതാണെന്ന് കൂടി നമ്മളോട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് കൺട്രോൾ സ്പ്രിംഗ് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റീൽ, സിൽവർ, ഫോസ്ഫർ, ബ്രോൺസ്, ടിന്നഡ് കോപ്പർ. ഏതാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏതായിരുന്നു? ഫോസ്ഫർ, ബ്രോൺസ് മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ
സി ആണ് കറക്റ്റ് ആൻസർ. അതെന്താണ്? ഇറ്റ്സ് എ നോൺ മാഗ്നറ്റിക് ആണ് അല്ലേ. അതിന്റെ പ്രത്യേകത എന്താണ്? അതൊരു നോൺ മാഗ്നറ്റിക് ആണ്. നമ്മളത് നോക്കി. അതുപോലെ ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേണം. എന്താണ് അതായത് ലോ എന്ന് ഇങ്ങനെ പറയാ, ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ് അതിനകത്ത് വേണ്ടത്. പിന്നെ നോൺ മാഗ്നറ്റിക് ആണ്. അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തില്ലേ, അതേ കാര്യങ്ങൾ തന്നെയാണ് അതും. ഓക്കെ, അപ്പം നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളൊരു സ്പ്രിംഗ് കൺട്രോൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫോസ്ഫർ ബ്രോൺസ് മെറ്റീരിയൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഡിഫ്ലക്ഷൻ ടോർക്ക് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, വീണ്ടും നമ്മൾ എന്താണ്? ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഡിഫ്ലക്ഷൻ ടോർക്ക് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒപ്പോസസ് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്കിനെ അത് ഒപ്പോസ് ചെയ്യും. ബി എന്താണ്? ഒപ്പോസസ് ഡാമ്പിംഗ് ടോർക്ക്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പൊ എന്താണ് ഡിഫ്ലക്ഷൻ ടോർക്കിനെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി ഒപ്പോസസ് ദ കൺട്രോളിംഗ് ടോർക്ക് ആണോ, ഒപ്പോസസ് ഡാമ്പിംഗ് ടോർക്ക് ആണോ, രണ്ടിനെയും ഒപ്പോസ് ചെയ്യുമോ? പിന്നെ നൺ ഓഫ് ദി എബോവ്. എന്തിനെയാണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഒപ്പോസസ് ദ, എന്തിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? നമ്മളുടെ കൺട്രോളിംഗ് ടോർക്കിനെയാണ് അല്ലെ. ഡിഫ്ലക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യുമ്പോൾ ആരിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? നമ്മളുടെ കൺട്രോളിംഗ് ടോർക്കിനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഒപ്പോസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നോട്ട് ചെയ്യുക. പറഞ്ഞു തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. 3 ടൈപ്പ് ഓഫ് ടോർക്കുകൾ, 3 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത്, മറക്കരുത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. ദ സ്കെയിൽ ഓഫ് എ അമീറ്റർ ഈസ് യൂണിഫോം. ഒരു അമീറ്ററിന്റെ സ്കെയിൽ എന്താണ്? യൂണിഫോം സ്കെയിൽ ആണ്. ഇറ്റ്സ് ടൈപ്പ് ഈസ്, അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും? ഏത് ടൈപ്പ് ആണത്? മൂവിങ് അയോൺ. ഓപ്ഷൻ ബി പെർമനന്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ. ഓപ്ഷൻ സി ഇൻഡക്ഷൻ ടൈപ്പ്. ഓപ്ഷൻ ഡി ഡൈനാമോമീറ്റർ ടൈപ്പ്. ഏത് ടൈപ്പ് ആയിരിക്കും? ദ സ്കെയിൽ ഓഫ് അമീറ്റർ ഈസ് യൂണിഫോം. ഇറ്റ്സ് ടൈപ്പ് ഈസ് യൂണിഫോം സ്കെയിൽ ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിഫോം, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ്. ആ ഒരു കേസൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സ്കെയിൽ എങ്ങനെയാണ്? യൂണിഫോം സ്കെയിൽ അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അത് ഏതാണ്? നമ്മളുടെ PMMC. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? PMMC. അപ്പോൾ ലീനിയർ ആയിരിക്കും. ഇവിടുത്തെ ടോർക്കിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ കേസ് എടുക്കുമ്പോൾ ഇത് ലീനിയർ ആണ്, യൂണിഫോം സ്കെയിലാണ്. പിന്നെന്താ വരുന്നത്? ഇവിടുത്തെ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറന്റ് ആണ്. ഇത്രയും പ്രത്യേകതകൾ ആർക്കുള്ളതാണ്? നമ്മളുടെ PMMC അല്ലെങ്കിൽ എന്താണ്? പെർമനന്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകതയാണ്. ഇനി മൂവിങ് അയൺ നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ്? TD ഈസ് പ്രൊപ്പോർഷൻ ടു I² ആണ്. ആ ഒരു പ്രത്യേകതയാണ് മൂവിങ് അയോണിന്റെ കേസിൽ വരുന്നത്. പിന്നെ ഇൻഡക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ എന്താണ്? നോൺ യൂണിഫോം സ്കെയിൽ തന്നെയാണ്. എന്താണ് അവിടെ വരുന്നത്? സ്കെയിൽ ഏത് രീതിയിലാണ്? നോൺ യൂണിഫോം സ്കെയിലാണ് കാണപ്പെടുന്നത്. ഡൈനാമോമീറ്റർ ടൈപ്പ് ആയാലും എന്താണ്? നോൺ ലീനിയർ കേസസ് ഒക്കെയാണ് ഇതിനകത്തും വരിക. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സിൻ്റെയും സ്കെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കെയിൽ ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ എന്താണ്? യൂണിഫോം സ്കെയിൽ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്, നോൺ യൂണിഫോം ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് കേട്ടോ. വോൾട്ട് മീറ്റർ, അമീറ്റർ, ആംപിയർ അവർ മീറ്റർ, വാട്ട് മീറ്റർ. ഏതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത്? താഴെ തന്നിട്ടുള്ളതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? പ്രൈമറി ഇൻസ്ട്രുമെന്റ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് ഒക്കെ അല്ലേ. അപ്പൊ എന്താ ഇതിനകത്ത് ഏതാണ് നോട്ട് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ആണ്? ക്വസ്റ്റ്യൻ നോക്കണേ. നോട്ട് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നോട്ട് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായി റീഡ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ കാണില്ല ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് കാണുമ്പോൾ എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞ്
ഓപ്ഷൻ എ ഒക്കെ മാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കേ, നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. വോൾട്ട് മീറ്റർ എന്താണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അമീറ്റർ എന്താണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. വാട്ട് മീറ്ററും ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ആംപിയർ അവർ മീറ്റർ, ആംപിയർ അവർ മീറ്റർ എന്താണ്? അതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? അല്ല. ആംപിയർ അവർ മീറ്റർ ആണ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല. ആംപിയർ അവർ മീറ്റർ അതെന്താണ്? അതൊരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? എന്താണ്? ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ഇ സി ജി എന്താണ്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിൽ ആംപിയർ അവർ മീറ്റർ ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത്. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. Question number 16. Which instrument is used to measure only DC value? അല്ലേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതിൽ എ സി മാത്രം മെഷർ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡി സി മാത്രം മെഷർ ചെയ്യുന്ന വാല്യൂ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. M1 വോൾട്ട് മീറ്റർ, ഓക്കെ. പിന്നെന്താ? PMMC ഇൻസ്ട്രുമെന്റ്. അടുത്തത് ഏതാ? മൂവിങ് അയോൺ അമീറ്റർ, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? മൂവിങ് കോയിൽ അല്ലെങ്കിൽ എന്താണ്? PMMC ഇൻസ്ട്രുമെന്റ്സ് ആണ്. DC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഞാൻ ഇനിയും അതിലോട്ട് പോകുന്നില്ല. DCയും AC മെഷർ ചെയ്യുന്നതാണ് ബാക്കി എല്ലാവരും അല്ലേ? കുറെ ആൾക്കാരുണ്ട്. അതായത് മൂവിങ് അയോൺ അമീറ്റർ, ഡൈനാമോമീറ്റർ ടൈപ്പ് ഒക്കെ എന്ത് തന്നെയാണ്? ബോത്ത് DC-നെയും AC-നെയും ഒക്കെ ഇവരെന്ത് ചെയ്യും? മെഷർ ചെയ്യാറുണ്ട്. ഇവർ ബോത്ത് DC ആൻഡ് AC-നെയും മെഷർ ചെയ്യും. AC മാത്രം മെഷർ ചെയ്യുന്നത് നമ്മൾ നോട്ട് ചെയ്തു, ഇൻഡക്ഷൻ ടൈപ്പ് ആണെന്നുള്ളത് അല്ലേ? ഇതിനകത്ത് എന്ത് മാത്രമാണ്? DC മാത്രം മെഷർ ചെയ്യുന്ന, DC വാല്യൂസ് മാത്രം മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ PMMC ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. ടാൻജന്റ് ഗാൽവനോമീറ്റർ ഈസ് എ ഡാഷ് ഇൻസ്ട്രുമെന്റ്. ടാൻജന്റ് ഗാൽവനോമീറ്റർ എന്ത് ഇൻസ്ട്രുമെന്റ് ആണ്? എക്സാമ്പിൾ ചോദിക്കുന്നത് കണ്ടില്ലേ? ടാൻജന്റ് ഗാൽവനോമീറ്റർ റെക്കോർഡിംഗ് ആണോ, ഇൻഡിക്കേറ്റിംഗ് ആണോ, ഇന്റഗ്രേറ്റിംഗ് ആണോ, അബ്സല്യൂട്ട് ആണോ? തിരിച്ചങ്ങോട്ട് ചോദിച്ചു. എന്താണ്? എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് ടാൻജന്റ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ആള്? ടാൻജന്റ് ഗാൽവനോമീറ്റർ ഈസ് എ ഡാഷ് ഇൻസ്ട്രുമെന്റ്. ആലോചിച്ചേ, എന്ത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും ടാൻജന്റ് ഗാൽവനോമീറ്റർ? ടാൻജന്റ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഇറ്റ്സ് എ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ്? അബ്സല്യൂട്ട് അല്ലെങ്കിൽ എന്താണ്? പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആണ്. പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളുടെ എന്ത്? ടാൻജന്റ് ഗാൽവനോമീറ്റർ. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചു അല്ലേ? താഴെ തന്നിട്ടുള്ള ഏതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് താഴെ തന്നിട്ടുള്ളത്? അതായത് ഈ എക്സാമ്പിൾ ടാൻജന്റ് ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ റേ ലൈൻ കറന്റ് ബാലൻസ് ഒക്കെ എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. അതെന്താണ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എന്താ? പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്ലിയർ? Question number 80. Dash causes the moving system of the instrument to move from its zero position when the instrument is connected to the supply. ഏതാണ്? ഡാഷ് കോസസ് ദ മൂവിങ് സിസ്റ്റം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്താണ്? മൂവ് ഫ്രം ഇറ്റ്സ് സീറോ പൊസിഷൻ when the instrument is connected to the supply. വീണ്ടും എന്താണ്? തിരിച്ചും മറിച്ചും ചോദിക്കുന്നതാണ് ഇതൊക്കെ. ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ ടോർക്കുകളും ഒക്കെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താണ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പമാണ് ആൻസർ ചെയ്യാൻ. നോക്കിയേ, ഏത് മൂവിങ് സിസ്റ്റം ആണ് ഇൻസ്ട്രുമെന്റ് മൂവ് ഫ്രം സീറോ പൊസിഷൻ, സീറോയിൽ നിന്ന് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്? when an instrument is connected to the supply, സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് പോയിന്റ് സീറോയിൽ നിന്ന് അല്ലേ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് ടോർക്ക് അല്ലെങ്കിൽ ഏത് ഫോഴ്സ് ആണെന്നാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ, ഡാമ്പിംഗ് ടോർക്ക്. ഏതായിരിക്കും ഇവിടെ വരുന്നത്? നമുക്കറിയാം അല്ലേ, ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സീറോയിൽ നിന്ന് എന്താണ്? അപ്പോഴേ ഞാൻ ഒരു ഡയഗ്രാം ഒക്കെ വരച്ചു തന്നില്ലേ? ഒരു ഇൻസ്ട്രുമെന്റ്സിന് എന്താണ് റീഡിങ്സ് ഉണ്ടാവും. ആ സീറോ പോയിന്റിൽ നിന്ന് ഒന്നെന്താ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേണം. അത് തന്നെയാണ് ഇവിടെ ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ആര്? റെസ്റ്റിലോട്ട് എത്തിക്കുന്നതാണ് ഡാമ്പിംഗ് ടോർക്ക്. ഇവിടെ എന്താണ്? സീറോ പൊസിഷനിൽ അല്ലേ, മൂവ് ഫ്രം ഇറ്റ് സീറോ പൊസിഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് തന്നെയാണ്? നമ്മളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19.
വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ബോത്ത് AC ആൻഡ് DC ക്വാണ്ടിറ്റീസ്? നമ്മൾ എല്ലാം നോക്കിക്കഴിഞ്ഞു. AC ഏതാണെന്ന് നമുക്കറിയാം, DC ഏതാണ് അറിയില്ലേ? PMMC ആണ് DC അല്ലേ? AC മാത്രം മെഷർ ചെയ്യുന്നത് ഏതായിരുന്നു? ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു അല്ലേ? പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ് AC-യും DC-യും മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? അപ്പൊ നമുക്ക് PMMC അല്ല അല്ലെ, PMMC അല്ല, നമ്മളുടെ PMMC അല്ല. അതെന്താ? DC മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? മെഷർ ചെയ്യുള്ളൂ. PMMC അല്ല. അടുത്തത് എന്താ? ഇൻഡക്ഷൻ ടൈപ്പും അല്ല അല്ലെ, ഇൻഡക്ഷൻ ടൈപ്പും അല്ല. അതെന്താ? AC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ് അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സും അല്ല. പിന്നെ വരുന്നത് എന്നാ? മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് ആണ്. മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബോത്ത് AC-യും അതുപോലെ തന്നെ എന്താണ്? DC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് AC-നെയും അതുപോലെ DC ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവിങ് അയോൺ ആണ്. നമ്മൾ DC പഠിച്ചില്ലേ? മറക്കുവോ? DC-യിൽ ആരാണ്? PMMC അല്ലേ? മൂവിങ് കോയിൽ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ത് മാത്രമേ മെഷർ ചെയ്തേയുള്ളൂ? DC ക്വാണ്ടിറ്റീസിൽ മാത്രമേ നമ്മളത് മെഷർ ചെയ്യുള്ളൂ. ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ അത് AC മാത്രമാണ്. നോട്ട് ചെയ്യുക, മറന്നു പോകരുത്. അങ്ങനെ മാറിയും മറിച്ചും ഒക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. AC മാത്രം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ AC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്നത് ഏതാണ് ചോദിച്ചു, DC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യുന്നത് ഏതാണ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഏതിലൊക്കെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. എ മൾട്ടിമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. മൾട്ടിമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? മൾട്ടിമീറ്റർ കണ്ടിട്ടില്ലേ? മൾട്ടിമീറ്റർ ലാബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മൾട്ടിമീറ്റർ അല്ലേ? മൾട്ടിമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്? കറന്റ് ആൻഡ് വോൾട്ടേജ് ഓൺലി, വോൾട്ടേജ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, ഫ്രീക്വൻസി ആൻഡ് പവർ ഫാക്ടർ, എനർജി ഓൺലി. എന്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുക? വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, കണക്ട് ചെയ്തിട്ട്. കറന്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. പിന്നെന്താ? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനും നമ്മൾ ആരെയും ഉപയോഗിക്കാറുണ്ട്? ഈ ഒരു മൾട്ടിമീറ്ററിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് മൾട്ടിമീറ്റർ. അപ്പോൾ മൾട്ടിമീറ്റർ യൂസ്ഡ് ടു മെഷർ വോൾട്ടേജ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. Which instrument is used for the measurement of high insulation resistance? High insulation resistance മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ മെഗർ, ഓപ്ഷൻ ബി മൾട്ടിമീറ്റർ, ഓപ്ഷൻ സി പൊട്ടൻഷ്യോമീറ്റർ, ഓപ്ഷൻ ഡി എർത്ത് ടെസ്റ്റർ. അപ്പോൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഏതായിരിക്കും? മെഗർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്യുക. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ മെഗർ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. In moving ion instrument, the controlling torque is provided by. ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിൽ ഏത് ആണ് കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രാവിറ്റി കൺട്രോൾ ആണോ? സ്പ്രിംഗ് കൺട്രോൾ ആണോ? എഡി കറന്റ് ആണോ? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ? കൺട്രോളിങ് ടോർക്കിൽ നമുക്കറിയാം ആകെ കൂടി ഇവരൊക്കെ എന്താ? എഡി കറന്റ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഒക്കെ ആരിൽ വരുന്നതാണ്? ഡാമ്പിംഗ് ടോർക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ? അതായത് എഡി കറന്റ് ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഒക്കെ എന്തിലാണ്? ഡാമ്പിംഗ് ടോർക്കിന്റെ അണ്ടറിൽ വരുന്നത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് ആര് മാത്രമേ ഉള്ളൂ? സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും. അപ്പൊ ഇവന്മാരല്ല, ഇത് രണ്ടുമല്ല. കാരണം അവര് ആരാണ്? ഡാമ്പിംഗ് ടോർക്കിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, എഡി കറന്റ് ഒക്കെ അല്ലെ? അപ്പൊ നോക്കിയേ, ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്പ്രിംഗ്, ഇതിൽ ഏതോ ഒന്നാണ് നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാട്ടോ. നിങ്ങൾ അപ്പോൾ ആലോചിക്കുക, നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? നോക്കിയേ, എഡി കറന്റ് ആണോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ അല്ല, എഡി കറന്റും അല്ല ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. അത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഡാമ്പിംഗ് ടോർക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കൺട്രോളിംഗ് ടോർക്ക് എന്നാണ്.
കൺട്രോളിംഗ് ടോർക്ക് ആരൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും മാത്രമാണ്. അപ്പോൾ ഏതായിരിക്കും? മൂവിങ് അയോണിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. ഏതാണ്? സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. സ്പ്രിംഗ് കൺട്രോൾ ആണ് മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ദ സ്കെയിൽ ഓഫ് എ PMMC ഇൻസ്ട്രുമെന്റ് ഈസ്. PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എങ്ങനെയാ? നമ്മൾ കണ്ടതല്ലേ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കറന്റ്, ലീനിയർ, യൂണിഫോം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ? അപ്പോൾ നോക്കിയേ, ഏതായിരിക്കും? ക്രാംപ്ഡ് ആൻഡ് ദി ബിഗിനിങ്, യൂണിഫോംലി ഡിവൈഡഡ്, ക്രാംപ്ഡ് അറ്റ് ദ എൻഡ്, സ്ക്വയർ ലോ ടൈപ്പ്. എങ്ങനെയായിരിക്കും ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? യൂണിഫോം അല്ലേ? ലീനിയർ, യൂണിഫോം പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇറ്റ് വിൽ ബി യൂണിഫോംലി ഡിവൈഡഡ് സ്കെയിൽ ആണ് എന്തിനകത്തുള്ളത്? PMMC ഇൻസ്ട്രുമെന്റിനകത്തുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ദ എക്സ്റ്റെൻഡഡ് ദ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ. നമ്മൾ വോൾട്ട് മീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വി കണക്റ്റഡ് ഡാഷ് ഇൻ ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് നോക്കിയേ. ഹൈ റെസിസ്റ്റൻസ് സീരീസ്, ലോ റെസിസ്റ്റൻസ് പാരലൽ, ലോ റെസിസ്റ്റൻസ് സീരീസ്, ഹൈ റെസിസ്റ്റൻസ് പാരലൽ. ഇങ്ങനെയാണ്. എന്താണ് നമ്മൾ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസിനെ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഇവിടെ എങ്ങനെയാണ് വേണ്ടത്? റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസിനെ ഏത് രീതിയിൽ നമ്മളിവിടെ കണക്ട് ചെയ്യണം? സീരീസ് ആയി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോൾട്ട് മീറ്ററിന്റെ ആ ഒരു റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലിയർ? നോട്ട് ചെയ്യുക. ഇതുപോലെ അമ്മീറ്ററിന്റെ കേസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അത് വെക്കേണ്ടത്, ഏത് രീതിയിൽ പ്ലേസ് ചെയ്താലാണ് റേഞ്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സോഴ്സ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക് മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ്? എന്താ ചോദിച്ചുള്ളത്? വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സോഴ്സ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക് അല്ലേ? ഏതാണ്? ഇൻ മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ പുൾ, ഓപ്ഷൻ സി സ്പ്രിംഗ് മെക്കാനിസം, ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലാ? നമുക്കറിയാം രണ്ട് ടൈപ്പാണ് അല്ലേ? ഒന്ന് സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും ആണ്. പക്ഷെ ഇതെന്താണ്? മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഏതാണ് ടിപ്പിക്കൽ സോഴ്സ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക് ഇൻ മൂവിങ് അയോൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതറിയാം. ഏതാണ്? സ്പ്രിംഗ് മെക്കാനിസം ആണ്. ഏത് മെക്കാനിസം ആണ്? സ്പ്രിംഗ് മെക്കാനിസം. അപ്പോൾ ഒരേ സെയിം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യം പഠിച്ചാൽ മതി. അതിന് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത MCQs നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. CC ആപ്പ് നമ്മളുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. താങ്ക് യു.